നടപ്പാതയും റോഡും കയ്യേറിയുള്ള പ്രതിഷേധ പരിപാടിയുടെ വേദി സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്ന് ഇപ്പോൾ അവസാനം പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. ഏറെ വിവാദമായതിനു ശേഷമാണ് കേട്ടോ. CPI അനുകൂല സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു 36 മണിക്കൂർ നീണ്ട ഒരു രാപ്പകൽ സമരം നടന്നത്. കഴിഞ്ഞ ദിവസം സമരത്തെ തുടർന്ന് ഇതുവഴി ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരുന്നു. ജനങ്ങളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിലായിരുന്നു ഇന്നലെ വേദി ഉണ്ടായിരുന്നത്. 36 മണിക്കൂർ രാപ്പകൽ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു വേദി ഉണ്ടായിരുന്നത്. CPI അനുകൂല സംഘടനകൾ, പോഷക സംഘടനകൾ ചേർന്നുകൊണ്ടായിരുന്നു ഈ യോഗം സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപ്പാത കയ്യേറിക്കൊണ്ട് വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടിയ ഒരു യോഗം ഇവിടെ സംഘടിപ്പിച്ചത്. നടപ്പാതയിലും റോഡിലുമായിട്ടായിരുന്നു വേദി ഉണ്ടായിരുന്നത്. എന്തായാലും ഈ 36 മണിക്കൂർ കഴിയുമ്പോൾ വേദി പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. രാപ്പകൽ സമരത്തിന് വേദി ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. റോഡ് ഗതാഗതത്തിന് വലിയ സ്തംഭനം ഇന്നില്ല. കാരണം ഇന്നിപ്പോൾ വലിയ ജനത്തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഈ പ്രദേശത്ത് വീണ്ടും ഈ ഫുട്പാത്ത് കയ്യേറിക്കൊണ്ടാണ് സമരപരിപാടികളുമായി മറ്റ് സംഘടനകൾ വീണ്ടും രംഗത്ത് ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കിഴക്കേക്കോട്ടയിൽ ഒരു അപകടമുണ്ടാകുകയും KSRTC ബസ്സിനും പ്രൈവറ്റ് ബസ്സിനും ഇടയിൽപ്പെട്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നതും. അത്തരത്തിൽ സമാനമായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ സാഹചര്യത്തിനുള്ള സാധ്യതകളുണ്ട്. കാരണം സെക്രട്ടേറിയറ്റ് നിരന്തരമായി സമരവേദിയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും സമരങ്ങൾക്കുള്ള സാധ്യതകളും കോപ്പുകൂട്ടലുകളുമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്തുണ്ട്. മഹാധിക്കാരമാണ്, ഭരണത്തിൻ്റെ പേരിലുള്ള അഹങ്കാരമാണ് അവർ കാണിക്കുന്നത്. പൊതുവേ ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കുന്ന സിസ്റ്റമല്ലേ, പോലീസൊന്നും ചെയ്യുന്നില്ല. ഈ റോഡ് തടഞ്ഞുള്ള സമരം ശരിയായ നടപടിയാണോ? നടപടിയല്ല തന്നെ. കാരണം വെച്ചാൽ നമുക്ക് ആട്ടോക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്, റോഡ് തടഞ്ഞുകൊണ്ട് ചെയ്യരുതെന്ന്. ഇപ്പോഴും എല്ലാ സംഘടനകളും സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം പഴയ അപരിഷ്കൃത സമരവുമായി തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ഇത് ജനങ്ങൾക്ക് വലിയ ദുരിതം സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട്.